ഓർക്കുന്നുണ്ടാകും, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ശ്രീ MG കണ്ണനെ പറ്റി ഇതുപോലൊരു അപവാദ അപഖ്യാതി നോട്ടീസ് ഈ അടൂർ നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു. സമാനമായ വാക്കുകളായിരുന്നു. ശ്രീ MG കണ്ണൻ്റെ ഒരു സുഹൃത്ത് കൊല്ലപ്പെടാനുള്ള കാരണം ശ്രീ MG കണ്ണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് MG കണ്ണൻ കൊലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇവിടെ എല്ലാം വിതരണം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, MG കണ്ണൻ ആ അപവാദ പ്രചരണം താങ്ങാൻ കഴിയാതെ ഹൃദയവേദനയോടുകൂടി RDOയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കാഴ്ച ഇപ്പോഴും അടൂരെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നിതാ വീണ്ടും ഒരു കാഴ്ച. അത് മണ്ണടി മേഖലയിലൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് CPM SDPIയും തമ്മിൽ ഉള്ള ധാരണയെപ്പറ്റി. മണ്ണടി മേഖലയിൽ CPMൻ്റെയും SDPIയുടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് പോയിട്ടാണ് ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ CV ശാന്തകുമാറിനെതിരായിട്ട് CV ശാന്തകുമാർ കൊലക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപവാദ നോട്ടീസ് പ്രചരിപ്പിച്ചത്. ആ അപവാദ നോട്ടീസ് പ്രചരിപ്പിക്കുന്നത് കണ്ട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് വന്നതാരാണ്? അടൂരിൻ്റെ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോപകുമാർ. അതായത് ഊരും പേരുമില്ലാത്ത, പബ്ലിഷറുടെ പേരില്ലാത്ത, ഏത് കമ്മിറ്റി അടിച്ചു എന്ന് ഉറപ്പില്ലാത്ത ഒരു നോട്ടീസ് വിതരണം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നോവുന്നത് അടൂരിൻ്റെ MLAയ്ക്കും ഡെപ്യൂട്ടി സ്പീക്കറുമായ വ്യക്തിക്കാണെന്ന് പറയുമ്പോൾ ആ പ്രിന്റിംഗ് ഹൗസ് എവിടെയാണ് എന്ന് അടൂരുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് 2021 MG കണ്ണൻ ഒഴുക്കിയ ആ കണ്ണുനീര് ഇന്ന് CV ശാന്തകുമാർ അലമുറ ഇട്ടുകൊണ്ട് എൻ്റെ പേരിൽ അത്തരത്തിലൊരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. അടൂരിലും ഇത്തവണ മാറ്റമുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് ഇതിനോടകം തന്നെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. SDPIയുടെ പഞ്ചായത്ത് മെമ്പർ CPMൻ്റെ സ്ക്വാഡ് വർക്കിൽ ഇറങ്ങി നിന്നിട്ട് കൊടുക്കുകയാണ്. ആ നാൻപറ്റ മകനോട് മാപ്പിരുന്നിട്ട് വേണം അടൂരിലെ CPMൻ്റെ നേതാക്കന്മാർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുക. Mount Zion Medical College Hospital, Adur, Pathanamthitta.